പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള ചേലക്കര ലിസ്യു കോളേജിന്റെ മുഖം മാറുന്നു. ആഘോഷവേളകൾ ഏതുമാകട്ടെ, വേദിയൊരുക്കാൻ ലിസ്യു ഹാൾ ഒരുങ്ങിക്കഴിഞ്ഞു. വിശാലവും ആധുനിക സൗകര്യങ്ങളോടും കൂടിയ ഹാൾ ബുക്ക് ചെയ്യൂ, അതും അതിശയിപ്പിക്കുന്ന കുറഞ്ഞ നിരക്കിൽ. ലിസ്യു ഹാൾ, ചേലക്കര. പാതിവഴിയിൽ നിന്ന് ചേലക്കര മുഖാരിക്കുന്ന SMT സ്കൂൾ ഗ്രൗണ്ടിന്റെ പുനർനിർമ്മാണം. MLA UR പ്രദീപിന്റെ ഫണ്ട് ഉപയോഗിച്ച് ആരംഭിച്ച പുനർനിർമ്മാണം ഉടൻ പൂർത്തീകരിക്കണമെന്ന ആവശ്യവുമായി പത്തുകുടി നെഹ്റു ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് ഭാരവാഹികൾ രംഗത്ത്. 5 മാസങ്ങൾക്ക് മുൻപാണ് SMT സ്കൂൾ ഗ്രൗണ്ട് സിന്തറ്റിക് മാതൃകയിലാക്കാൻ വേണ്ടി പുനർനിർമ്മാണം ആരംഭിച്ചത്. JCB ഉപയോഗിച്ച് ഗ്രൗണ്ടിലെ മണ്ണെല്ലാം എടുത്ത് പലയിടങ്ങളിലും കൂനകളായി കൂട്ടിയിട്ടു. എന്നാൽ ഗ്രൗണ്ട് പുനർനിർമ്മാണം പാതിവഴിയിൽ നിർത്തിയതോടെ വിദ്യാർത്ഥികളും പ്രദേശവാസികളും നാട്ടുകാരുമടക്കം ബുദ്ധിമുട്ടിലായിരിക്കുകയാണ്. പലതവണ വിഷയം ബന്ധപ്പെട്ട അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും നാളിതുവരെ യാതൊരുവിധ നടപടികളും ഉണ്ടായില്ലെന്നും ക്ലബ്ബ് ഭാരവാഹികളുടെ ആക്ഷേപം. SMT GS ചേലക്കര ഗ്രൗണ്ടിന്റെ അവസ്ഥയാണ് ഈ കിടക്കുന്നത്. 5 മാസം മുന്നേ സ്റ്റാർട്ട് ചെയ്ത പണിയാണ്. ഇതുവരെ ഒരു പുരോഗതിയില്ല. സ്റ്റാർട്ടിങ് മാത്രം അവർ വന്നു, മറ്റേ വെള്ളം പോകാനുള്ള ചാലിന്റെ പണി കഴിഞ്ഞു, ഗ്രൗണ്ട് മാന്തി നാശാക്കിയിട്ടു. 5 മാസം കഴിഞ്ഞിട്ടും പണി ഇതുവരെ പുരോഗമിച്ചിട്ടില്ല. വേനലവധിക്കാലത്ത് ഗ്രൗണ്ടിനെ ആശ്രയിച്ചു മാത്രം നടന്നിരുന്ന കായിക വിനോദങ്ങളും പരിശീലന ക്യാമ്പുകളും നടത്താൻ കഴിയാത്ത അവസ്ഥയിലാണ്. രാവിലെയും വൈകിട്ടും നടക്കാൻ വരുന്നവർക്കും ഗ്രൗണ്ടിന്റെ നിലവിലെ അവസ്ഥ ദുരിതം സൃഷ്ടിക്കുകയാണ്. കൂടാതെ ചേലക്കരയുടെ പെരുമ എടുത്തു കാണിക്കുന്ന തലമ പന്ത് കളി ആരംഭിക്കാൻ ഇനി വെറും മാസങ്ങൾ മാത്രമാണ് ബാക്കി നിൽക്കുന്നത്. ഗ്രൗണ്ടിന്റെ പണി പാതിവഴിയിൽ നിർത്തിയത് തലമ പന്തുകളിയെ ബാധിക്കുമോ എന്ന ആശങ്കയിലാണ് പത്തുകുടി നെഹ്റു ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് ഭാരവാഹികൾ. പുനർനിർമ്മാണം തുടങ്ങാത്തത് കാരണം നാട്ടിലെ ചെറുപ്പക്കാര് ഇപ്പൊ 2 മാസത്തെ അവധി വെക്കേഷന് കളിക്കാൻ നിന്ന പിള്ളേര്, പിന്നെ മറ്റേ ഗ്രൗണ്ടിനെ ആശ്രയിച്ച് മറ്റേ രാവിലെയും വൈകുന്നേരത്തും മറ്റേ നടക്കാനിറങ്ങുന്ന ആൾക്കാർ, അവരൊക്കെ കഷ്ടത്തിലാണ് ഇപ്പോൾ. അതായത് 2 മാസം കഴിഞ്ഞ ഓണായി. നെഹ്റു ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിൻ്റെ ആഭിമുഖ്യത്തിൽ വർഷങ്ങളായിട്ട് നടത്തി വരാറുള്ള തലമപ്പന്ത് കളി ഇപ്രാവശ്യം നടക്കുമെന്നുള്ള ആശങ്കയിലാണ് നാട്ടുകാരും ക്ലബ്ബ് അംഗങ്ങളും. അപ്പോൾ ഇതിന് നടപടി സ്വീകരിക്കണം. ഇത് കുറേ പേരെ കണ്ട് സംസാരിച്ചതാണ്. ഇന്നത്തെ വരെ പണി തുടങ്ങിയിട്ടില്ല. തലമപ്പന്തു കളിക്ക് പരിശീലനം തുടങ്ങേണ്ട സമയമായിട്ട് പോലും നിലവിൽ അതിന് സാധിക്കാത്ത അവസ്ഥയാണുള്ളത്. ഗ്രൗണ്ടിൽ പലയിടങ്ങളിലായി മൺകൂനകൾ കൂട്ടിയിട്ടിരിക്കുന്നതിനാൽ പ്രദേശമാകെ പൊടിശല്യം രൂക്ഷമാണെന്നും മഴ പെയ്താൽ മണ്ണ് ഒലിച്ചിറങ്ങുന്നത് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതായും പണിസാധനങ്ങൾ അവിടിവിടങ്ങളിലായി ചിതറിക്കിടക്കുന്നതിനാൽ തെരുവ് നായ്ക്കളുടെ ശല്യം വർദ്ധിച്ചു വരികയാണെന്നും പരാതിയുണ്ട്. അധികാരികൾ വിഷയത്തിലിടപെട്ട് ഗ്രൗണ്ടിന്റെ പുനർനിർമ്മാണം ഉടൻ പൂർത്തീകരിക്കാനുള്ള നടപടികൾ അടിയന്തരമായി സ്വീകരിക്കണമെന്ന് ക്ലബ്ബ് ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. ഇപ്പോൾ 2 മാസം വെക്കേഷനായിരുന്നു. അപ്പോൾ പിള്ളേർക്കൊന്നും കളിക്കാൻ വരാൻ പറ്റിയിട്ടില്ല. പിന്നെ ഗ്രൗണ്ടിനെ ആശ്രയിച്ച് മറ്റേ നാടിന് ചുറ്റും കുറച്ച് വയസ്സായ ആൾക്കാരുണ്ട്. അവർക്കുള്ള രാവിലത്തെയും വൈകുന്നേരത്തെയും നടത്തം തുടങ്ങിക്കിടക്കുകയാണ്. ഗ്രൗണ്ട് ആകെ അറ്റകുറ്റപ്പണികളാൽ ആർക്കും നടക്കാനൊന്നും പറ്റുന്നില്ല. അവരുടെ പണി സാധനങ്ങളും പിന്നെ മെറ്റീരിയൽസും കൊണ്ട് കമ്പി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് കിടക്കുന്നത്. അപ്പോൾ രാത്രി ആയാലും നേരം വെളുക്കുമ്പോഴൊന്നും ആൾക്കാർക്ക് ധൈര്യത്തിൽ വന്ന് നടക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഇതിന് വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്ന് മേലധികാരികളോട് കുറേ വട്ടം പറഞ്ഞതാണ്. ആരും സ്വീകരിക്കണ കാണാനില്ല. പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള ചേലക്കര ലിസ്യു കോളേജിന്റെ മുഖം മാറുന്നു. ആഘോഷവേളകൾ ഏതുമാകട്ടെ, വേദിയൊരുക്കാൻ ലിസ്യു ഹാൾ ഒരുങ്ങിക്കഴിഞ്ഞു. വിവാഹം, വിവാഹനിശ്ചയം, പിറന്നാൾ, വാർഷികം, മീറ്റിംഗുകൾ, പഠന ക്ലാസുകൾ തുടങ്ങിയ നിങ്ങളുടെ എല്ലാ ആഘോഷങ്ങളും വേറിട്ട അനുഭവമാക്കാൻ ലിസ്യു ഹാൾ നിങ്ങൾക്കായി തുറന്നു നൽകുന്നു. വിശാലവും ആധുനിക സൗകര്യങ്ങളോടും കൂടിയ ഹാൾ ബുക്ക് ചെയ്യൂ, അതും അതിശയിപ്പിക്കുന്ന കുറഞ്ഞ നിരക്കിൽ. ഇഷ്ടപ്പെട്ട ഫോട്ടോ ലൊക്കേഷനുകളും ലിസ്യു ഹാൾ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. ലിസ്യു ഹാൾ, ചേലക്കര. ഫോൺ 9947771541.